വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അബ്ദുൾ റഹീമിനോട് ഹാജരാകാൻ വെഞ്ഞാറമൂട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളിലടക്കം വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, എപ്പോഴായിരിക്കും അബ്ദുൾ റഹീമിന്റെ മൊഴിയെടുക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഇദ്ദേഹത്തിൽ നിന്നും പോലീസ് ചോദിച്ചറിയുന്നത്? ലക്ഷ്മി, ഉച്ചയ്ക്ക് 2 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നലെ പാങ്ങോട് സർക്കിൾ ഇൻസ്പെക്ടർ വീട്ടിലെത്തി ഇദ്ദേഹത്തെ അബ്ദുൾ റഹീമിനെ കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം സംസാരിക്കാനുള്ള ഒരു രീതിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. മാനസികമായി വലിയ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ഉള്ളത്. അതായത് ഭാര്യ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അതോടൊപ്പം ഇളയ മകൻ നഷ്ടപ്പെട്ടു, അടുത്ത ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ടു. മകനാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത്. അതിൻ്റെ വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. ഇന്നലെ അദ്ദേഹം ബന്ധുക്കളെ കണ്ടപ്പോഴും ഖബർസ്ഥാനിൽ പോയി കണ്ടപ്പോഴും വലിയ മാനസികമായ വലിയ ബുദ്ധിമുട്ടിലാണ്. അയാൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിലാണ് ഇന്നലെയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ ഗോകുലം മെഡിക്കൽ കോളേജിലാണ്. ഈ മെഡിക്കൽ കോളേജിലാണ് ഷെമി ചികിത്സയിൽ തുടരുന്നത്. ഷെമിയുടെ മൊഴിയും പോലീസിനെ രേഖപ്പെടുത്തണം. ആ മൊഴി ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ, ഈ കൊലപാതകങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ അഫാന്റെ മൊഴി എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ആ ബാധ്യത തീർക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി, പലരും നിന്നായി കടം വാങ്ങി, അടുത്ത ബന്ധുക്കളോട് ചോദിച്ചു. പക്ഷേ ഇതൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഈ അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അത് മാതാവ് ഷെമിയുടെ മൊഴിയെടുത്താൽ മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ എന്തായാലും മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 തവണ ആശുപത്രിയിലെത്തി ഈ ഷെമിയെ കണ്ട് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തി. ആദ്യ മൊഴിയിലും 2ാം മൊഴിയിലും ഷെമി പറയുന്നത് കട്ടിലിൽ നിന്ന് താഴേക്ക് വീണതാണ് എന്നുള്ളതാണ് അവർ പറയുന്ന, മജിസ്ട്രേറ്റ് പറഞ്ഞ കാര്യമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മകൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞതെന്നാണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ ഇളയ മകൻ മരിച്ചതോ ബന്ധുക്കളെ കൊലപ്പെടുത്തിയതോ അത് അഫാനാണ് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം ഈ ഷെമിക്ക് അറിയില്ല. തന്നെ മാത്രം ആക്രമിച്ചു എന്നുള്ള കാര്യമാണ് ഷെമിക്ക് അറിയാവുന്നത് എന്നാണ് ഡോക്ടർമാരിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്നലെ ഇവിടേക്ക് ഈ ആശുപത്രിയിലേക്ക് എത്തി അബ്ദുൾ റഹീം ഭാര്യയെ കണ്ടിരുന്നു. ഭാര്യയുമായി അരമണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തു. അത് ഇവർ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അവർ ആ ഗുരുതരമായ ഘട്ടം കടന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെയാണെങ്കിൽ കൂടി മജിസ്ട്രേറ്റ് സംസാരിക്കുമ്പോൾ പോലും ചില കാര്യങ്ങൾ പറയുമ്പോഴൊന്നും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അത്രയും പ്രശ്നങ്ങൾ ഗുരുതരമായി അവർക്ക് ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരികയാണ്. ഇന്നോ നാളെയോ മൊഴിയെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പോലീസ് ഇവിടേക്ക് ഇന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നാളേക്കായിരിക്കും വരിക. അക്കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരാനുണ്ട്. നിലവിൽ എന്തായാലും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ അബ്ദുൾ റഹീമിനോട് വെഞ്ഞാറമൂട് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത പോലീസിന് വരുത്തണം. എങ്കിൽ ആ മൊഴിയിലൂടെ അക്കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. എന്തായാലും 2 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ അബ്ദുൾ റഹീം ഹാജരാകുമെന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. ലക്ഷ്മി. ബിനിൽ ലീല സാബു, തിരുവനന്തപുരത്ത് നിന്ന്.